അൻവർ അബ്ദുള്ള മലയാളത്തിലെ നോവലുകളൊക്കെ എഴുതാറുണ്ട്. ഞാൻ പ്രിയപ്പെട്ട വായനക്കാരുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് ജെയിംസ് ഹാഡ്ലി ചേസിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് എൻ്റെ ചില തോന്നലുകൾ പങ്കുവെക്കാനാണ്. ജെയിംസ് ഹാഡ്ലി ചേസ് എന്ന് പറയുന്നത് ലോകത്തിൽ ത്രില്ലർ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന സർവ്വ ആളുകളുടെയും വായനക്കാരുടെയും ഒരു ഹീറോ തന്നെയാണ്, ഒരു ഹീറോ റൈറ്ററാണ്. ഞാൻ ജെയിംസ് ഹാഡ്ലി ചേസ് എന്ന പേര് കേൾക്കുന്നത് എൻ്റെ സ്കൂൾ കാലത്താണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ലൈബ്രറിയിൽ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു തുടങ്ങുന്ന ഒരു പീരീഡിൽ വളരെ നമ്മളെ ത്രില്ലടിപ്പിച്ച ഒരു റൈറ്ററാണ് ജെയിംസ് ഹാഡ്ലി ചേസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അന്ന് കൈരളി ബുക്സ് എന്ന് പറയുന്നൊരു പുസ്തകശാലക്കാരാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. കൈരളി മുദ്രാലയം, അത് കെ ഭാസ്കരൻ പയ്യന്നൂർ എന്ന എഴുത്തുകാരനാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. ധാരാളം പുസ്തകങ്ങൾ ജെയിംസ് ഹാഡ്ലി ചേസ് ഒരുപാട് പുസ്തകങ്ങൾ 100-150 നോവലുകൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഈ കെ ഭാസ്കരൻ പയ്യന്നൂർ എന്ന് പറയുന്ന എഴുത്തുകാരൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ 8-ലോ 9-ലോ മറ്റോ പഠിക്കുമ്പോൾ മരണം ഇതാ ഇവിടെ എന്ന ഒരു പുസ്തകമാണ് ഞാൻ ജെയിംസ് ഹാഡ്ലി ചേസിന്റെ ആദ്യമായിട്ട് വായിക്കുന്നത്. ആ പുസ്തകം വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. അതിന് തൊട്ട് മുമ്പും ഇപ്പോൾ ഒക്കെ ആയിട്ട് ഷെർലക് ഹോംസിനെയും അല്ലെങ്കിൽ അഗത ക്രിസ്റ്റിയെയും ഒക്കെ വായിക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ ധാരാളമായിട്ട് വായിക്കുന്നുണ്ട്. പക്ഷേ ജെയിംസ് ഹാഡ്ലി ചേസ് വളരെ വ്യത്യസ്തമായ ഒരു എഴുത്താണ് കൊണ്ടുവന്നിരുന്നത്. കാരണം അവിടെ പലപ്പോഴും നമുക്ക് ഒരു ഡിറ്റക്റ്റീവിനെ കാണാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ ജെയിംസ് ഹാഡ്ലി ചേസിന്റെ നോവലുകളിൽ കാണുന്നത് ഒരു കുറ്റവാളിയുടെ കണ്ണിലൂടെ കഥ പറയുക, അല്ലെങ്കിൽ കുറ്റത്തിന് ഇരയായ ആളുകളുടെ കണ്ണിലൂടെ കഥ പറയുക, അല്ലെങ്കിൽ കുറ്റവാളിയുടെ പങ്കാളിയാകാൻ ഏതെങ്കിലും വിധത്തില് വിധിവശാലോ അല്ലെങ്കിൽ താല്പര്യപൂർവ്വമോ അതല്ലെങ്കിൽ സാഹചര്യവശാലോ വഴിപ്പെട്ടു പോകുന്ന ഒരാളുടെ കണ്ണിലൂടെ കഥ പറയുന്ന ഒരു രീതിയാണ് ജെയിംസ് ഹാഡ്ലി ചേസിൻ്റെത്. പലപ്പോഴും കുറ്റവാളി തന്നെയായിരിക്കും നായകൻ, പക്ഷെ കുറ്റവാളി രക്ഷപ്പെടുന്ന ഒരു അധാർമികമായ ഒരു അവസ്ഥയിലേക്കല്ല ജെയിംസ് ഹാഡ്ലി ചേസ് തന്റെ നോവലുകളെ കൊണ്ടുപോകുന്നത്. കുറ്റവാളി ധാർമ്മികമായി അധപ്പതിക്കുകയും പിടിയിലാവുകയും അതിന്റെ അതിഭീകരമായ പതനത്തിന് സ്വയം വിധേയനാവുകയും അല്ലെങ്കിൽ വിധേയയാവുകയും ചെയ്യുന്ന കഥകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ മരണം ഇതാ ഇവിടെ എന്ന് പറയുന്ന നോവല് ഒരു കുറ്റകൃത്യം അതിഗംഭീരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കുറ്റവാളിയുടെ പ്ലാനിങ്ങും അതിന്റെ ഒരു ഘട്ടത്തിലെ വിജയവും പിന്നീട് ഒരു ഘട്ടത്തില് അതിന്റെ വിജയത്തെ അതിക്രമിച്ചുകൊണ്ട് അതിന്റെ പരാജയം ഒരു വിധിനിയോഗം പോലെ അയാളെ തന്നെ തേടി വരുന്നതുമായിട്ടുള്ള ഒരു കഥയാണ്. താന് ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് യോജിപ്പിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് വെച്ച് ഒരു കുറ്റകൃത്യം നടത്താനുള്ള ഒരു പ്ലാനിങ് ആണ്. അലിബൈ എന്ന് പോലീസ് ഭാഷയിൽ പറയുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന്റെ ഭാഷയിൽ പറയുന്ന ഒരു പ്രവൃത്തി അതെങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ആ നോവലിൽ കാണുന്നത്. അക്കാലത്ത് തന്നെ ധാരാളമായിട്ട് ജെയിംസ് ഹാഡ്ലി ചേസിനെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട് മലയാളത്തിൽ. അതിനുശേഷം പിന്നീട് ഇംഗ്ലീഷിൽ ഹാഡ്ലി ചേസിന്റെ മിക്കവാറും നോവലുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വായിക്കും. ഒരു തീവണ്ടി യാത്രക്കിടയിൽ ഹിഗിൻ ബോതംസിൽ നിന്ന് അന്ന് ഒരു 100 രൂപ അല്ലെങ്കിൽ 75 രൂപയൊക്കെ കൊടുത്താൽ ഒരു ഹാഡ്ലി ചേസ് നോവൽ കിട്ടും, ഒരു ഇംഗ്ലീഷ് നോവൽ കിട്ടും. അത് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ യാത്രയാണെങ്കിൽ ആ യാത്രക്കിടയിൽ വളരെ സുഗമമായിട്ട് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരു ഹാഡ്ലി ചേസ് നോവൽ. അങ്ങനെ വായിച്ചു തീർക്കുമായിരുന്നു. ഈ കുറച്ചു കാലം മുമ്പ് വീണ്ടും ഈ ജെയിംസ് ഹാഡ്ലി ചേസിന്റെ നോവലുകൾ മലയാളത്തിൽ ഇറങ്ങാൻ തുടങ്ങി. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ ഒരു സൂത്രധാരനെ പോലെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഈ ഡോൺ ബുക്സും അതിന്റെ പ്രസാധകനായിട്ടുള്ള അനിൽ വേഗയുമാണ്. അദ്ദേഹം ഈ പഴയ ഓർമ്മ എന്നെ പോലെ തന്നെ അദ്ദേഹവും ഈ നോവലുകളൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം ഈ നോവലുകളൊക്കെ വായിക്കുകയും അതിന്റെ ഒരു ആരാധകനായി തീരുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കെ ഭാസ്കരൻ പയ്യന്നൂരിനെ അദ്ദേഹം വീണ്ടും തേടിപ്പിടിക്കുകയും ഔട്ട് ഓഫ് പ്രിന്റ് ആയി പോയിരുന്ന ഈ പുസ്തകങ്ങൾ മുഴുവനും കഴിയുന്നതും എല്ലാ പുസ്തകങ്ങളും തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് വലിയ ഒരു അത്ഭുതം. അപ്പൊ അദ്ദേഹം ഈ പുസ്തകങ്ങൾ ധാരാളമായിട്ട് പ്രസിദ്ധീകരിച്ചു. എന്റെ കയ്യിലുള്ള ഞാൻ പെട്ടെന്ന് പേരുകൾ ഓർമ്മയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. റെഡ് ഐ, കുരിശുമാല, രഹസ്യദ്വീപ്, ശാന്തം ഭീകരം, വിഗ്രഹമോഷണം, നിലവറയ്ക്കുള്ളിലെ സ്റ്റാമ്പുകൾ, വജ്രം, അവളുടെ പ്രതികാരം, ഗോൾഡ് ഫിഷ്, മരണം വിതച്ച കുപ്പായം, ഗ്രേറ്റ് റോബറി, കിരാതം, വിഷപ്പാമ്പുകൾ, ചെകുത്താന്റെ ചിരി, മരണഗന്ധമുള്ള നോട്ടുകൾ, അവസാനത്തെ അതിഥി, വിഷമുള്ളുകൾ, ഹൈവേയിലെ ഹിപ്പി, റെഫ്രിജറേറ്ററിലെ പ്രേതം, ബ്ലാക്ക് സീസർ, മർഡർ റൂം, ഡിറ്റക്റ്റീവ്, ജയിൽ ബ്രേക്ക്, വേട്ടമൃഗം, കാസിനോ എന്നിങ്ങനെ ഒരു പിടി ഒരു എണ്ണം പറഞ്ഞ ക്രൈം ത്രില്ലറുകളാണ് യഥാർത്ഥത്തിൽ ഈ
ഡോൺ ബുക്സ് പുറത്തിറക്കിയിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ ഡോൺ ബുക്സിൽ പോയി ഈ പുസ്തകങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ജെയിംസ് ഹാഡ്ലി ചേസിന്റെ എല്ലാ പുസ്തകങ്ങളും അവിടെ ഉണ്ടായിരുന്ന അത്രയും പുസ്തകങ്ങൾ ഓരോ കോപ്പി എടുത്തുകൊണ്ട് വന്ന് ഞാൻ വീണ്ടും വായിച്ചു. വളരെയധികം ത്രില്ലടിക്കുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും മലയാളത്തിൽ വായിക്കുമ്പോൾ അതിന്റെ ഒരു രസം ഒന്ന് വേറെ തന്നെയാണല്ലോ. എന്തായാലും ഞാൻ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറ്റവാളിയുടെ മാനസികാവസ്ഥ, കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയും അതിന്റെ പിണിയാളുകളായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുന്നവരുടെ മാനസികാവസ്ഥ, അവർ രക്ഷപ്പെടാൻ നടത്തുന്ന പ്രയാസങ്ങൾ, തന്ത്രങ്ങൾ, രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇടത്ത് വെച്ച് അവർക്ക് പിടിവീഴുമ്പോൾ ഉണ്ടാകുന്ന ഉദ്വിഗ്നത, തൻ്റെ വിധിക്ക് കീഴടങ്ങാൻ നിമിത്തമായി തീർന്ന ഒരു അവസ്ഥയിൽ ആ വിധിയെ അവർ ഏറ്റുവാങ്ങുന്നതിന്റെ സന്ത്രാസം, ഇങ്ങനെ പല കാര്യങ്ങളും എനിക്ക് പല ആളുകളും ജെയിംസ് ഹാഡ്ലി ചേസിനെ ഒരു മോശപ്പെട്ട റൈറ്ററായിട്ടോ അല്ലെങ്കിൽ ഒരു പൈങ്കിളി എഴുത്തുകാരനായിട്ടോ അല്ലെങ്കിൽ ഒരു കേവലം ഒരു ത്രില്ലർ, ഒരു വില കുറഞ്ഞ എഴുത്തുകാരനായിട്ടോ കാണുമ്പോൾ ഞാൻ എപ്പോഴും ജെയിംസ് ഹാഡ്ലി ചേസിനെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു റൈറ്ററായിട്ട് തന്നെയാണ് കാണുക. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ കുറ്റവാളിയുടെ മനസ്സിന്റെ ആഴത്തിലേക്ക്, അന്തരാത്മാവിലേക്ക് കടക്കാനുള്ള ഒരു വ്യഗ്രത ജെയിംസ് ഹാഡ്ലി ചേസിന്റെ ഓരോ നോവലിലും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോ വേറെ ഒറ്റപ്പുള്ളിയുള്ള ചീട്ട് എന്നൊക്കെ പറയുന്ന ചില നോവലുകൾ ഞാൻ ഈ ഡോൺ ബുക്സിന് അങ്ങോട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൈരളി മുദ്രാളയം ഇറക്കിയതിന്റെ ഓർമ്മ എൻ്റെ കയ്യിൽ അതിന്റെ കോപ്പിയുണ്ട്, പഴയ കോപ്പിയുണ്ട്. അപ്പൊ അത് ഞാൻ അദ്ദേഹത്തോട് പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ കൂടി ഇറക്കണം എന്നൊക്കെ പറയുക. അതുപോലെ കാലന്റെ കൊലവിളി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് CICC ബുക്സ് ആണ് പണ്ട് ഇറക്കിയിരുന്നത് എന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെ പല പ്രസാധകർ മലയാളത്തിൽ ഈ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ജെയിംസ് ഹാഡ്ലി ചേസിന്റെ പുസ്തകങ്ങളും ആ പുസ്തകങ്ങൾക്ക് മലയാളത്തിൽ ഏറെക്കുറെ എല്ലാ പുസ്തകങ്ങൾക്കും വിവർത്തനം ഉണ്ടായി എന്ന് പറയുന്നതും നമ്മുടെ ഭാഷയ്ക്ക്, സത്യത്തിൽ നമ്മുടെ വായനാ സമൂഹത്തിന് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഏതായാലും ഈ പുസ്തകങ്ങളിൽ മിക്കവാറും എല്ലാം തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഡോൺ ബുക്സിന്റെ ശാഖകളിൽ കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിന്റെ ഓൺലൈൻ ബുക്ക് സ്റ്റോറിലും അത് കിട്ടും. ഈ പുസ്തകങ്ങൾ ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന വായനക്കാർക്ക് ഇതൊരു വിരുന്ന് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന വായനക്കാര് ജീവിതത്തിന്റെ സമസ്യകളെ, ജീവിതത്തിലെ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ജീവിതത്തിന്റെ ഒരു ഇരുണ്ട വശത്തെക്കുറിച്ചുള്ള ആലോചനകള് വ്യഥിതമാക്കുന്ന മനസ്സുകൾക്ക് ഒക്കെ ഈ പുസ്തകങ്ങൾ വളരെ ഗംഭീരമായ ഒരു വിരുന്നായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആഴമർന്ന ഉൾക്കാഴ്ചയും ഈ പുസ്തകങ്ങൾ പകർന്നു തരുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പ് പറയാം. ഏതായാലും ഈ പുസ്തകങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.